സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പ് ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. പക്ഷെ ഇവിടെ മഴ കാരണം ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് കയറി നിൽക്കുകയാണ്. അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇത് അത്രമേൽ ഭംഗിയുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമുക്ക് ലിറ്ററലി പറയാവുന്നൊരു സ്ഥലമാണ്. വേറെ എവിടെയും അല്ല, നമ്മുടെ സ്വന്തം വാഗമൺ. വാഗമണിലെ DCS മാറ്റ് കോളേജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മനോഹരം, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഓണത്തിൻ്റെ ഒരു തകൃതിയിലാണ്. നമുക്കിതെല്ലാം അങ്ങോട്ട് പോകാം. കമാണ്. വെനീസിലെ വ്യാപാരി ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. അതിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മനോഹരമായൊരു പെർഫോമൻസ് ഉണ്ട്. ആ ഡയലോഗ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർ എങ്ങനെ അതിനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, വാഗമൺ എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ. ഇവിടെ കംപ്ലീറ്റ് എന്താണ് വന്നപ്പോൾ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് ശരിക്കും ലിറ്ററലി കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഒപ്പം ഇവിടുത്തെ ഈ സുന്ദരന്മാരും സുന്ദരികളെയും ഇവിടെ കാണും. കോളേജിൻ്റെ പേര് പോലെ തന്നെ DC സ്മാർട്ട് കോളേജ്, അതേപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. ഇവർക്ക് ഒരുപാട് കഴിവുകൾ ഉള്ള കുട്ടികളാണ്. ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ. യെസ്, എന്താണ് പേര്? എൻ്റെ പേര് അനീറ്റ. അനീറ്റ, എവിടെയാണ്? നാട് എവിടെയാണ്? ഇടുക്കിയിലെ കട്ടപ്പന. എങ്ങനെയുണ്ട് കോളേജിനെ കുറിച്ചൊരു രണ്ട് വാക്ക് പറയൂ. കോളേജ് നല്ല രസമാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഉഷാറ്. ഏതിനാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ MBA ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാട്ട് അല്ലേ, ഒരു പാട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാം അങ്ങോട്ട് ഓഡിയൻസ്. അല്ല, നമ്മൾ ഐശ്വര്യമായിട്ട് രണ്ടുപേരും പാടിയിട്ട് തുടങ്ങാൻ പാടുള്ളൂ. ഇവിടെ പാട്ടുകാർ വേറെ ഉണ്ട്. അത് ഞാൻ വിളിച്ചോളാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞനിൽ തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അടിപൊളിയായിട്ട് പാടി കേട്ടോ, സൂപ്പർ. ഇനി നമ്മൾ ആക്ടിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ എന്താണ് കോടമഞ്ഞൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഇവിടെ നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിയാണ്. തുടങ്ങാം. റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഇത് പണിയാവോ? കൊച്ചുകൃഷ്ണനെ പരിചയത്തിലുള്ള കൊച്ചുകൃഷ്ണന്മാരുണ്ടോ? ഇല്ല. നിന്നെ പോലെ തന്നെ നിന്റെ മനസ്സിൽ ഭയങ്കര നന്മയാണ്, തള്ളു കേട്ടാ അറിയാം. എന്റെ പൊന്നലെ, ഇത് തള്ളല്ല, 100% സത്യം. നിങ്ങളൊന്ന് വിശ്വസിക്കേ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് ഓർമ്മ വരുന്നത്. ഒരു ചാൻസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ലെന്ന്. ഞാൻ അങ്ങോട്ട് ചെയ്താലോ? വേണ്ട. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് അദ്ദേഹം എന്നോട് ചോദിച്ചു, ചന്ദ്രപിള്ളയുടെ വിജയ രഹസ്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ ഓർമ്മശക്തി കുറയും. പ്രായമായവരല്ലേ? വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. ഞാനൊരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ട ഉടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെ ഉള്ള അദ്ദേഹം. ഇത് കൈ വിട്ടുപോയടാ. ഇത് കൂടെ ഉള്ള അദ്ദേഹം. ഇത് കൂടെ ഉള്ള അദ്ദേഹം സാറിവിടെ വരുന്ന വിവരം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, വരുന്ന വിവരം കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ മുങ്ങിയനെ. അല്ല അല്ല
കടവത്ത് വന്ന് കാത്തു നിന്നേനെ. വരട്ടെ. അതെ, ഇത് നമ്മുടെ സ്വന്തം കക്ഷിയാ. ആണോ? ആ കക്ഷിയോട് ഇപ്പൊ പറഞ്ഞു തന്നോണ്ടിരുന്നത്. ഞങ്ങൾ കാലിരുമ്പ് പോലുള്ള കാലിരുമ്പ് കൊണ്ടുള്ള ബന്ധാ. എന്ത്? കാലിരുമ്പ് കൊണ്ടുള്ള ബന്ധാ. എഴുന്നേറ്റ് പോന്നെ, വേറെ ജോലിയില്ല. എത്ര നാളായി കണ്ടിട്ട്? പറയോ? ഇതിന്റെ ഇടയ്ക്ക് തൊട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നെ ഇവിടെ വെച്ച് ഇടിച്ചു നാറ്റിക്കരുത്. വരും, നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം. എന്നാ കമ്മിറ്റി നടക്കട്ടെ. ഇപ്പോൾ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായി തന്നെ പാടി. ഇനി നമ്മൾ അടുത്ത ഒരാളെ വിളിക്കാൻ പോകണം. അദ്ദേഹം ആദ്യം എന്നെ വിളിച്ചുകൂടായിരുന്നു എന്ന് ആ കണ്ണുകളിൽ എനിക്ക് വായിക്കാൻ പറ്റി. അദ്ദേഹത്തെ ഞാൻ വിളിക്കാൻ പോകുന്നു. വരും. ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. ഹലോ, എന്താണ് പേര്? പാട്ട് പാടുമല്ലോ? പാടില്ല. പാട്ട് ഇഷ്ടമാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടമോ പാടാൻ ഇഷ്ടമല്ല? അടിപൊളി കേട്ടോ, നല്ല ഉത്തരം. ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഏതിനാ പഠിക്കുന്നത്? നാട് എവിടെയാണ്? കൊല്ലം. ഈ ലൈബ്രറിയിലൊക്കെ കയറാറുണ്ട്. അവിടെ എന്താണ്, ഞാനിപ്പോൾ ഈ ലൈബ്രറിയിലൊക്കെ കയറിയപ്പോൾ എനിക്ക് കൗതുകമായിട്ട് 1-2 കാര്യങ്ങൾ തോന്നി. ഞാനത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറി കയറിയപ്പോൾ? ലൈബ്രറി കുറേ പുസ്തകങ്ങളുണ്ട്. എന്നാലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതായത് അപ്പോൾ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ലൈബ്രറിയിലുള്ള ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച ഒരു പുസ്തകം ഇവിടെയുണ്ട്. അതായത് ഒരു റോമാക്കാരൻ കേരളത്തിൽ വന്നിട്ട് മലയാളം പഠിച്ച് തിരിച്ച് റോമയിൽ ചെന്നാണ് ആ പുസ്തകം അച്ചടിച്ചത്. മലയാളത്തിൽ ആദ്യത്തെ അച്ചടിച്ച പുസ്തകമാണത്. 1772 ആ പുസ്തകം അച്ചടിച്ചത്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം അല്ലേ? റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കച്ചവട തിരക്കുകൾക്കിടയിൽ ഞാൻ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കാറില്ല. അത് കേട്ടപ്പോൾ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, അത് ഇദ്ദേഹമല്ല, ഇത് മറ്റേ അദ്ദേഹമാണ്. ഇത് അഭ്യാസം 1. അടുത്തത് വേണമെന്നില്ല, ഇത് കൂടെയുള്ള അദ്ദേഹമാണ്. ബാക്കി അറിയത്തില്ല. ഭയങ്കര രസം, എക്സ്പ്രഷൻ ഒക്കെ വളരെ മനോഹരമായിരുന്നു. എന്ത് ചീഞ്ഞ കോമഡിയാണ്. കൊള്ളൂല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഏറ്റവും നല്ലോണം ആക്ട് ചെയ്യുന്നവർക്ക് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. സാർ എന്താ ഇവിടെ വരുന്ന കാര്യം പറഞ്ഞ് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ മുങ്ങിയേനെയല്ലോ. അല്ല, ഞാൻ കവലയിൽ വന്ന് കാത്തു നിന്നേനെ. പിന്നെ ബാക്കി ഞാൻ കടവത്ത് വന്ന് കാത്തു നിന്നേനെ. ബാക്കി എന്ത് പഠിച്ചില്ലേ? പഠിച്ചു മറന്നുപോയി. എടാ മണ്ട. ഇത് നമ്മുടെ സ്വന്തം കക്ഷിയാ. ഞാനും അദ്ദേഹവും തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. പിന്നെന്താ, എത്ര നാളായി കണ്ടിട്ട്. ഞങ്ങൾ അങ്ങോട്ട് മാറി നിക്കാം. അപ്പൊ കമ്മിറ്റി നടക്കട്ടെ. ഇല്ല, മാറി നിന്നു. ശരി, എന്നാ പ്രതിവട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? യെസ്. ഹായ്, എന്താണ് പേര്? അഭിജിത്ത്. എവിടെ, നാട് എവിടെ? ഇവിടെ ആലപ്പുഴ, ചേർത്തല. അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് അങ്ങോട്ട് കിടക്കാം. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരിമുകിലിനെ പ്രണയിച്ചു പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. പാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ
പൂങ്കാറ്റിൻ സോപാനം പാടുമ്പോൾ പൂക്കാരെ നിന്നെ കണ്ടു ഞാൻ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ആ ലാസ്റ്റത്തെ സാധനമൊക്കെ കൊണ്ട് ലാൻഡിങ് ഒക്കെ കിടലായിരുന്നു, അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ആക്ടിങ് കൂടെ കാണാം. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ, എടി പങ്കജ, ഇവനാള് കൊള്ളാമല്ലോ. ഇത്രയും കാലം പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു കാര്യം വന്നപ്പോ സ്ഥലം കൂടെ ഞെടിച്ചല്ലോ. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിചയപ്പെട്ടതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം ആക്കിയതാണോ? അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ചന്ദ്രൻ പിള്ളയുടെ ഈ വിജയരഹസ്യം? ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് കേട്ടപ്പോൾ അദ്ദേഹമാണോ അദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അത് കുറച്ച് ആക്ടിങ്ങിന്റെ ഒരു സാധനമൊക്കെ വന്നിട്ട് പറ. എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, അദ്ദേഹമാണോ അദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. സാറെന്താ ഇവിടെ ഒരു വരുന്നത് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനെ. അല്ല, ഞാൻ കടവത്ത് വന്ന് കാത്തു നിന്നേനെ. എത്ര നാളായി കണ്ടിട്ട്. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ ചിടിച്ചു താറ്റിക്കരുത്. സാർ, നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. അപ്പൊ കമ്മിറ്റി നടക്കട്ടെ. നമുക്ക് ഇങ്ങോട്ട് മാറി. അയ്യോ, മാറി നിൽക്കാം. അയ്യേ, മിണ്ടാതിരിക്കടി. നീയൊക്കെ അനുഭവിക്കാൻ പോണോളൂടി. എന്താണ് പേര്? അഭിരാമി. അഭിരാമി. ഓക്കെ ഓക്കെ. അഭിരാമി എവിടെ? നാട് എവിടെയാണ്? ഞാൻ കോഴിക്കോട്, ബാലുശ്ശേരി. ബാലുശ്ശേരിയിൽ. ഓക്കെ. രണ്ടൊരു പാട്ട് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേടി നിലാവിൻ ഹൃദയമിന്നാരോ മഴങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനി നീർമഴയാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേടി നിലാവിൻ ഉരഹമെന്നാരോ മഴങ്ങി. മാഡം നന്നായിട്ട് പാടുന്നുണ്ടല്ലോ സാറേ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അവിടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് ആയിരുന്നു. എന്ത് വേണം? ഇതാണ് വരി തെറ്റെന്ന് പറഞ്ഞത്. എനിക്ക് അതിൽ ഏറ്റവും പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എന്താണ് ഒരു മഞ്ഞ് തുള്ളി ഉണങ്ങി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കാം മഞ്ഞ് തുള്ളി ഉണങ്ങുന്നത്? കൊള്ളാം കേട്ടോ, നന്നായി പാടി. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം അല്ലേ? അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അത് കുഴപ്പമില്ല, ഭയങ്കര രസമുള്ള വേടാണ്. അത് എവിടുന്നാണ് അത് പഠിച്ചത്? സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. തത്തുമ്മ. എനിക്ക് തോന്നുന്നു പണ്ട് ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട് ഇല്ലേ, കിളിച്ചുണ്ട മാമ്പഴം. അതിനകത്ത് പറയുന്നുണ്ട് തത്തുമ്മ. എനിക്ക് ആ സിനിമ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അത് കുഴപ്പമില്ല. എന്റെ ഭാവം മാറുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോണ്ടോ? റെഡി. തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്
എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ എന്നെ പരിചയപ്പെട്ട ഒരു പോലീസ് സൂപ്രണ്ടിനെ കുറിച്ചാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻ പിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കാറില്ല എന്ന്. അത് കേട്ട ഉടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, അത് കൂടെയുള്ള ഇദ്ദേഹം. നിങ്ങൾക്ക് ആകെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഏരിയ ഇതാണ്. ഓക്കെ അല്ലേ? ശരി, നടക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാം, താങ്ക് യു സർ. ഇറങ്ങി പോടോ. മൈക്ക് സെറ്റിന്റെ കാശും തരില്ല. ഈ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാൻ എനിക്ക് തോന്നിയത് ഏത് സമയത്താണ്? സാറിന്റെ ഇവിടെ ഒരു വരുന്ന വിവരം കത്തിട്ടിരുന്ന ഞാൻ അപ്പോഴേ മുങ്ങിയതിന്റെ. അല്ലല്ല, ഞാൻ സാറ് മറ്റേ കുട്ടിയല്ലേ ഇവിടെ നോക്കി പറയാം. സാർ പൊക്കത്തിൽ പറയാം. നീ പറയണോ? സാറെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? ഞാൻ വരുന്ന വിവരം കത്തിട്ടിരുന്ന ഞാൻ ഇപ്പോഴേ വന്ന് കാത്തിരുന്നേനെ. അല്ലല്ല, ഞാൻ കടകത്ത് വന്ന് കാത്തിരുന്നേ. അല്ല ഞാൻ കുഴപ്പമില്ല, കൊള്ളാം. കടവത്ത് വന്ന് കാത്തിരുന്നേ. എന്താ നമ്മളെ അടുത്ത ആളാ. ഞങ്ങൾ തമ്മിലേ കാരിരുമ്പിന്റെ ബന്ധുവാ. കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധവാ. കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധം. എത്ര നാളായി കണ്ടിട്ട് ഞാൻ എന്ത് വേണോ ചെയ്യാ. എന്നെ ഇവിടെ ഇട്ട് ഇടിച്ച് നാട്ടിക്കരുത്. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്നാ നിങ്ങളുടെ കമ്മിറ്റി നടക്കട്ടെ, ഞങ്ങളങ്ങോട്ട് നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. Nothing is impossible because what impossible itself means I am possible. ഇനി അപ്പം വളരെ മനോഹരമായ തത്തുമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അത് വളരെ മനോഹരമായിരുന്നു. പിന്നെ മഞ്ഞു തുള്ളിയെ ഉണക്കിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, മിസ്റ്റർ യബിൻ. എനിക്ക് പേരൊന്ന് തെറ്റിയായിരുന്നു, യബിൻ എന്നല്ല. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് എബിസിനോഷ്. എവിടെ? നാട് എവിടെയാണ്? ഇടുക്കി തന്നെ. പാട്ട് പാടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകളിൽ വെച്ച്. അല്ല, അവിടെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അവിടെ നിന്നുണ്ടല്ലേ? ഹെൽപ്പ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? അല്ല, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇതൊന്ന് കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. കച്ചവട സംബന്ധമായ അതിന്റെ തിരക്കുകളിടയിൽ വെച്ച് ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെടാനിടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് വിജയൻ പിള്ളയുടെ വിജയരഹസ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയൻ പിള്ള, ചന്ദ്രൻ പിള്ള. വിജയൻ പിള്ളയുടെ വിജയരഹസ്യം എന്താണ് ചന്ദ്രൻ പിള്ളയുടെ വിജയരഹസ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളിലേക്ക് തട്ടിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. നിർത്തടാ. അപ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹം. അല്ല, ഇത് കൂടുതൽ അദ്ദേഹം. സാറെന്താ ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ല സാറ് വരുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ മുങ്ങിയനെ. അല്ല, കടവത്ത് നിന്ന് കാത്തു നിന്നേനെ. അതെ, ഇതെന്റെ സ്വന്തം കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. എത്ര നാളെ കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാം, എന്നെ എവിടെ ഇട്ടിടിച്ച് നാറ്റിക്കരുത്. എന്നാ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. എന്നാ കമ്മിറ്റി എടുക്കട്ടെ. ശരി, ഞങ്ങളങ്ങോട്ട്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്താ പേരെന്താണ്? എൻ്റെ പേര് യദുകൃഷ്ണൻ. നാട് തൃശ്ശൂർ, ഗുരുവായൂരാണ്. ഇപ്പോൾ എന്തോ ഒരു പ്രോഗ്രാം അവിടെ തൃശ്ശൂരിൻ്റെ അവിട്ടം ഫസ്റ്റ് നടക്കും. ശക്തൻ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ. അത് വലിയൊരു പ്രോഗ്രാമാണല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി? എന്തോ തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ശ്രീ
കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ കണ്ടതാണ് എനിക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ. ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും, ഉത്തരം പറയുന്നത് നമുക്ക് കുറച്ച് ആക്ടിങ് ഒക്കെയാണ് വേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. അത് കേട്ട ഉടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. സാറിന്റെ ഇവിടെ നിന്ന് നീ അങ്ങ് ഭയങ്കര ചിരിക്കാണ്. നീ ഇവിടെ വന്നിട്ട് ഇതൊന്നും കണ്ടില്ല. സാറിന്റെ ഇവിടെ വരുന്നതിനെ കുറിച്ച് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ മുങ്ങിയനെയല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാണ്. ഞങ്ങൾ തമ്മിൽ കരിമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കരിമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. എത്ര നാളെ കണ്ടിട്ട്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. നമുക്കപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാം. കമ്മിറ്റി അപ്പം നടക്കട്ടെ, നമുക്കങ്ങോട്ട് മാറി തീരാറായപ്പോ ആക്ടിങ് വന്നുണ്ട്. അതാണ് ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ്. ഓക്കെ, മതി. താങ്ക് യു. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? എന്താണ് പേര്? അഞ്ജിമ. അഞ്ജിമ എവിടെയാണ്? ആലപ്പുഴ. ഇത് ഫസ്റ്റ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ. ഓക്കെ. എന്നാ നമുക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. അപ്പൊ പിന്നെ ആക്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ചന്ദ്രൻ പിള്ളയുടെ, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻ പിള്ളയുടെ വിജയ രഹസ്യമെന്ന്. അല്ലേ? എന്തുവാ? ഒന്നുമല്ലേ, വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് ചെറുതാക്കാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നല്ല കാര്യമാണ്. അത് കേട്ട ഉടനെ അദ്ദേഹമാണോ ഇത് കൂടെയുള്ള അദ്ദേഹം? സാറെന്താ ഇവിടെ? ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വരുന്നതൊരു കത്തിട്ടിരുന്നെങ്കിൽ അപ്പോഴേ മുങ്ങിയേനെ. സത്യമായിട്ടും മുങ്ങിയേനെ. നീ പ്രോഗ്രാമിൽ വരുന്ന ആരും അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ സ്വന്തം കക്ഷിയാ. കാരമ്പ് കൊണ്ടുള്ള ബന്ധവാ. പോരെ? ഇനിയുണ്ട്. മറന്നുപോയി. എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാൻ, ഞാൻ ഒന്ന് പോയിക്കോട്ടെ. അപ്പോ ഇത് കുടിച്ചിരിക്കട്ടോ. ദേ പോയി പിന്നെ കുട്ടി കൊള്ളാം. യെസ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെയും ഗുഡ് ബൈ.